എന്തിനോടാണോ നിങ്ങൾ ആത്മാർത്ഥത കാണിക്കുന്നത് അതിൽ നിന്നൊന്നും നിങ്ങൾക്ക് സമാധാനവും സന്തോഷവും കിട്ടുന്നില്ലെങ്കിൽ, അത് നിങ്ങളുടെ ഉറക്കം കളയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ നഷ്ടപ്പെടാൻ പോവുകയാണ്. വേണ്ടെന്ന് വെക്കേണ്ടത് വേണ്ടെന്ന് വെക്കാൻ ധൈര്യം കാണിക്കുക. തിരിച്ചറിയുന്ന കാലത്ത് തിരിച്ചു നടക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നീടൊരിക്കലും തിരിച്ചു പോകാനാകില്ല. വാക്കുകളിൽ തരുന്ന സ്നേഹത്തെക്കാളും പ്രവൃത്തികളിൽ തരുന്ന സ്നേഹത്തെ വിശ്വസിക്കുക. ജീവിതത്തിൽ സത്യം പറഞ്ഞു വേദനിപ്പിക്കേണ്ടി വന്നാലും നുണകൾ പറഞ്ഞ് ആരെയും വേദനിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുക. നിങ്ങളെ മനസ്സിലാക്കാത്ത മനുഷ്യരുടെ നേരെ മെല്ലെ കണ്ണുകളടയ്ക്കുക. കണ്ണു തുറന്ന് നോക്കേണ്ടത് നിങ്ങളെ നിങ്ങളുടെ കുറവുകളോട് കൂടി തന്നെ സ്നേഹിക്കുന്ന മനുഷ്യരിലേക്കാണ്. ബന്ധങ്ങൾ അതുപോലെ തന്നെ നിലനിൽക്കണമെങ്കിൽ വിഡ്ഢിയായി തുടരുക. സത്യങ്ങൾ തുറന്നു പറയാൻ തുടങ്ങുന്ന ദിവസം മുതൽ ബന്ധങ്ങൾ തകരാൻ തുടങ്ങും. പ്രിയപ്പെട്ടവരിൽ നിന്നും പ്രതീക്ഷിക്കാത്ത പലതും ഉണ്ടാകുമ്പോൾ അവരുടെ മുഖത്തു നോക്കിയൊന്ന് ദേഷ്യപ്പെടാൻ പോലും കഴിയാത്ത നിസ്സഹായാവസ്ഥയുണ്ട്. സ്നേഹിച്ചു പോയി എന്നതുകൊണ്ട് മാത്രം പ്രതികരിക്കാൻ പറ്റാതെ പോകുന്ന അവസ്ഥ. നഷ്ടങ്ങളെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കാതിരിക്കുക. അത് നിങ്ങളുടെ മുന്നോട്ടുള്ള നേട്ടങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കും. കീറിയ തുണി തുന്നിയതിന് ശേഷവും ഉപയോഗിക്കാം. പക്ഷേ അവിടെ കീറുമോ എന്ന ഭയത്തോടെയല്ലാതെ അത് ധരിക്കാൻ സാധിക്കില്ല. അതുപോലെയാണ് ജീവിതവും. അറ്റുപോയ ബന്ധം എത്ര തവണ കൂട്ടിയോജിപ്പിച്ചാലും വീണ്ടും വിട്ടുപോകുമോ എന്ന ഭയത്തോടെയല്ലാതെ മുന്നോട്ടു പോകാനാകില്ല. വളർത്താനും തളർത്താനും കഴിയുന്നവരാണ് നിങ്ങൾക്ക് ചുറ്റുമുള്ളത്. വളരുമ്പോൾ അമിതമായി അഹങ്കരിക്കരുത്. തളരുമ്പോൾ പിൻവാങ്ങുകയും അരുത്. സംശയം നിങ്ങളുടെ ഹൃദയത്തിൽ നിറയാൻ അനുവദിക്കരുത്. അത് കാലക്രമേണ നിങ്ങളുടെ ബന്ധങ്ങളെ തകർക്കും. നിങ്ങളെ സങ്കടപ്പെടുത്തുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യും. ഈ ലോകത്തെ മുഴുവൻ സന്തോഷിപ്പിക്കാനോ ആശ്വസിപ്പിക്കാനോ നിങ്ങൾക്ക് കഴിയില്ലായിരിക്കും. എന്നാൽ ഒരുപാട് പേരെ വിഷമിപ്പിക്കാതിരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. സന്തോഷത്തിൻ്റെ രഹസ്യം സ്വാതന്ത്ര്യമാണ്. സ്വാതന്ത്ര്യത്തിൻ്റെ രഹസ്യം ധൈര്യവും. അഹങ്കരിക്കാൻ മനുഷ്യന് സത്യത്തിൽ ഒന്നും സ്വന്തമായി ഇല്ല. കാരണം താനെന്ന് ഭാവിക്കുന്ന ശരീരവും അതിലെ ഹൃദയമിടിപ്പും എപ്പോൾ നിലച്ചു പോകും എന്ന് അവനവന് തന്നെ അറിയില്ല. സ്വയം താണുകൊടുത്തിട്ടുള്ള സ്നേഹം അത് സ്നേഹമല്ല, സ്വയം വിഡ്ഢിയാവുകയാണ്. അതുപോലെ തന്നെ തിരിച്ച് പ്രതികരിക്കാൻ കഴിയാതെ പോകുന്നതും ഒരു തരത്തിൽ പറഞ്ഞാൽ ഭീരുത്വമാണ്. ജയിച്ചു കാണിക്കണം എന്നൊരു വാശി നിങ്ങൾക്കുണ്ടെങ്കിൽ ആര് എന്തു പറഞ്ഞാലും നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുക തന്നെ ചെയ്യും. മനുഷ്യരുടെ ഹൃദയത്തിലെ ചില ഓർമ്മകൾ എരിഞ്ഞു തീരാറായ ചില കനലുകൾ പോലെയാണ്. എത്ര ആളിക്കത്തിയാലും മിച്ചം വന്നത് അവരെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ഉത്കണ്ഠയുടെ അളവ് കൂടിയാലും കുറഞ്ഞാലും സംഭവിക്കാൻ പോകുന്നതിൽ ഒരു സ്വാധീനവും ചെലുത്തില്ല. പ്രശ്നങ്ങളുടെ ശക്തിയേക്കാൾ നിങ്ങളുടെ മനസ്സിൻ്റെ ശക്തിയില്ലായ്മയാണ് നിങ്ങളെ തളർത്തുന്നത്. തള്ളിപ്പറഞ്ഞവരും തള്ളിക്കളഞ്ഞവരും തിരികെ വിളിക്കുന്ന ഒരു സമയം വരും. അതുവരെ കാത്തിരിക്കുക. പരസ്പരം പരിഗണിക്കുന്നതിലൂടെയാണ് ഓരോ ബന്ധവും മനോഹരമാവുന്നത്. മാറ്റാൻ കഴിയാത്തതിനെ ഓർത്ത് വിഷമിച്ചിരിക്കാതെ സ്വയം തിരിച്ചറിഞ്ഞ് വളരുന്നിടത്താണ് നമ്മുടെ വിജയമുള്ളത്.